ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് ഗർഭകാലത്തെ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, എല്ലാവർക്കും തന്മയ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രുതി EJ. യോഗ, മെഡിറ്റേഷൻ എന്നിവയുടെ ഒരു ഗർഭകാലത്ത് എത്രത്തോളം അതിന് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പങ്കുവെക്കുന്നത്. യോഗ എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്കാണ്. ഓരോരുത്തരും യോഗ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഓരോ തരത്തിലായിരിക്കും മനസ്സിലാക്കിയിരിക്കുന്നതും അവരുടെ മനസ്സിലേക്ക് വരുന്നതും. എന്താണ് ശരിക്കും യോഗ? യോഗയ്ക്ക് ഒട്ടനേകം നിർവചനങ്ങളുണ്ട്. അപ്പോൾ ശ്രീ ഓറോബിന്ദോ പറയുന്നത് പോലെ നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇൻ്റലക്ച്വൽ, സ്പിരിച്വൽ ലെവലിൽ, അതായത് ശാരീരിക, മാനസിക, ബൗദ്ധിക, ആത്മീയ തലത്തിൽ നമ്മുടെ കഴിവുകളെ വികസിപ്പിച്ച് ഒരു സെൽഫ് പെർഫെക്ഷനിലേക്ക് സഞ്ചരിക്കാനുള്ള വളരെ ശാസ്ത്രീയമായതും ലളിതവുമായിട്ടുള്ള ഒരു മാർഗമാണ് യോഗ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൃത്യമായൊരു ഡെഫിനേഷനായിട്ട് പറയാം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ചുരുക്കം ചില യോഗാസനങ്ങളിലൊന്നും മാത്രം ഒതുങ്ങുന്നതല്ല യോഗയുടെ ഒരു പ്രാധാന്യം. യോഗ എന്ന പദത്തിൻ്റെ അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് തന്നെ യുജ് എന്ന ഒരു പദത്തിൽ നിന്നാണ്. അതായത് യോജിപ്പിക്കുന്നത് നമ്മളെ, നമ്മുടെ ശരീരത്തെ, മനസ്സിനെയും നമ്മുടെ യൂണിവേഴ്സിനെയായിട്ടും ഒക്കെ ആ ഒരു എല്ലാ തരം ബന്ധങ്ങളും വരുന്നത് ഈ യോഗയിലൂടെ നമുക്ക് അത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്രകൃതിയോടും നമ്മുടെ ഇന്നർ സെൽഫിനോടൊക്കെ സംവദിക്കാനും ബന്ധപ്പെടാനും സാധിക്കാൻ പറ്റുന്ന ഒരു മെഷറാണ് ശരിക്കും യോഗ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്ത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ലളിതമായി ജീവിക്കാൻ യോഗ നമ്മളെ സഹായിക്കും. യോഗാസനങ്ങൾ, നമുക്ക് പരിചിതമുള്ള യോഗാസനങ്ങൾ യോഗയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. പ്രധാനമായും യോഗയ്ക്ക് 8 ബ്രാഞ്ചസ് പറയുന്നുണ്ട്. യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി എന്ന പേരിൽ. അതിൽ ആസനം എന്ന് പറയുന്നതിലാണ് ഇത്തരം ഫിസിക്കൽ എക്സസൈസുകളെല്ലാം ഉൾപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ യമ നിയമത്തിന് പ്രഗ്നൻസിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അതൊരു നമ്മുടെ മാനസികമായിട്ടുള്ളൊരു നമ്മുടെ ഒരു ലൈഫിൻ്റെ ഡിസിപ്ലിനെ പറ്റിയൊക്കെ സൂചിപ്പിക്കുന്ന, അതിനെ ഡെവലപ്പ് ചെയ്യേണ്ട മാർഗങ്ങളാണ് യമനിയമങ്ങളിലൂടെ നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ യമനിയമത്തിന്, യമം എന്ന് പറയുന്നത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നിങ്ങനെ 5 ബ്രാഞ്ചസ് ആണ് ശരിക്കും യമത്തിനുള്ളത്. 5 മെത്തേഡുകളാണ് യമത്തിനുള്ളത്. അപ്പോൾ അഹിംസ എന്നൊന്നും പറയുന്നത് നമ്മുടെ ഒരു സാധാരണ ചിന്തിക്കുന്നത് പോലെയല്ല. ഒരു സഹജീവികളെ, പ്രകൃതിയെ, ചുറ്റുപാടിനെയൊക്കെ ഒരു തരത്തിലും ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ് അഹിംസയുടെ ഒരു ബ്രോഡ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ സത്യം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസ പറഞ്ഞതുപോലെ ഹൃദയവും വാക്കും ഒന്നാവുന്നതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ചിന്തകളും വാക്കുകളും ഒക്കെ ആ ഒരു സത്യത്തിൻ്റെ ബേസിൽ വരുന്നതും നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഒരുപാട് വർദ്ധിപ്പിക്കാൻ ഇത്തരം മാർഗങ്ങളിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ ചുറ്റുമുള്ള ഉപഭോഗ വസ്തുക്കളോടുള്ള അമിത താല്പര്യം നിയന്ത്രിക്കുക ഒക്കെ നിയമത്തിൽ വരുന്ന ഒരു കാര്യങ്ങളാണ്. അതുപോലെ നിയമം, ജീവിതത്തിൽ പാലിക്കേണ്ട നല്ല ശീലങ്ങൾ, ഒരുപാട് ഡിസിപ്ലിൻസിനെ പറ്റിയാണ് നിയമത്തിൽ പരാമർശിക്കുന്നത്. ശുചിത്വം, സംതൃപ്തി, സന്തോഷം, കൂടുതൽ അറിവിലേക്കുള്ള ഒരു പ്രയാണം, പഠനം, പ്രാർത്ഥന, ഇതൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഉള്ള എല്ലാ മാർഗങ്ങളിലൂടെയും കുറച്ചുകൂടെ തെളിഞ്ഞ് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ സ്വയം പ്രകാശിക്കാനുമുള്ള ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നും കൂടെ നിയമത്തിലൂടെ പതഞ്ജലി മഹർഷി സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമത് വരുന്നതാണ് ആസനം, അതായത് സ്ഥിരം സുഖമാസനം, ഈസി ആൻഡ് സ്റ്റഡി പൊസിഷൻ ശരീരത്തിൻ്റെ. അതായത് ശരീരത്തെ ഏറ്റവും ശ്രദ്ധയോടെ താളത്തിൽ ചലിപ്പിക്കുന്നതിലൂടെ ശരീരവും ഒപ്പം മനസ്സും വളരെ താളക്രമത്തിൽ പ്രവർത്തിക്കാനും ആരോഗ്യകരമായിട്ട് മുന്നേറാനും ഒരാൾക്ക് സാധിക്കും യോഗ കൃത്യമായിട്ട് ചെയ്യുന്നതിലൂടെ, യോഗാസനങ്ങൾ ചെയ്യുന്നതിലൂടെ. അതുപോലെ പ്രാണായാമത്തിനും ധ്യാനം, മെഡിറ്റേഷൻ എല്ലാത്തിനും പ്രഗ്നൻസിയിൽ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ശരീരം മാത്രമല്ല, കുഞ്ഞിൻ്റെ മനസ്സും ശരീരവും കുഞ്ഞിൻ്റെ വ്യക്തിത്വവും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് നമ്മുടെ അമ്മയുടെ കടന്നു പോകുന്ന മാസങ്ങളിലൂടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ മൈൻഡ് ആൻഡ് സോൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു അമ്മയുടെ കൃത്യമായിട്ടുള്ള ആരോഗ്യ ഹെൽത്തി ആയിട്ടുള്ള മാനസികാവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പോൾ ഗർഭകാലത്ത് യോഗാസനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ കൃത്യമായിട്ടുള്ള സ്ട്രെച്ചിങ് അതിലൂടെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വയർ, ഇടുപ്പ്, യോനി പേശികളൊക്കെ ബലപ്പെടുകയും പ്രഗ്നൻസിയെ റിലേറ്റ് ചെയ്ത നടുവേദന, മറ്റ് പോസ്ചറൽ ബുദ്ധിമുട്ടുകൾ, മലബന്ധം, അസിഡിറ്റി പോലെയുള്ള ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. വെരിക്കോസ് വെയിൻ പോലെയുള്ള പ്രശ്നങ്ങളെ നമുക്ക് കൃത്യമായി യോഗ ചെയ്യുന്നതിലൂടെ പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലെ കുഞ്ഞിനെ സംബന്ധിച്ച് കുഞ്ഞിലേക്കുള്ള രക്തപ്രവാഹം കൂടാനും അതുവഴി കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി, ഓവറോൾ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് കൃത്യമായ യോഗാസനങ്ങളിലൂടെ സാധിക്കും. കുഞ്ഞിൻ്റെ പൊസിഷൻ, കുഞ്ഞിൻ്റെ കിടപ്പ് ശരിയാവാനും സാധിക്കും. അത് ഡെലിവറിയെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് കുഞ്ഞ് ഏത് തരത്തിൽ കിടക്കുന്നു എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഗർഭാശയത്തിൻ്റെയും വയറിൻ്റെയും പേശികൾക്ക് ബലം കിട്ടുന്നതോടെ കുഞ്ഞിൻ്റെ കിടപ്പ് ഏറ്റവും ഹെൽത്തിയായ രീതിയിലേക്ക് മാറി വരാൻ കൂടെ യോഗ കൃത്യമായിട്ട് സഹായിക്കും. ഇന്നത്തെ ഗർഭിണികളിൽ ഏറ്റവും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നമാണ് അമിതമായ മാനസിക സമ്മർദ്ദം, ജോലി തിരക്കുകൾ, അങ്ങനെയുള്ള ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആ ഗർഭകാലത്ത് ആ ഒരു സ്ട്രെസ് ഹോർമോൺ കുറയുന്നതിനും അതുകൊണ്ട് തന്നെ നല്ല ഉറക്കം ലഭിക്കുന്നതിനും കുറച്ചുകൂടെ നമുക്ക് മെൻ്റലി കുറച്ച് ഫ്രീ ആയി ജീവിക്കാനും ഒക്കെ യോഗ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രെസ് ഹോർമോൺ കുറയുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം കൂടാനും കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ അനുകൂലമായി ബാധിക്കാനും എല്ലാം കൃത്യമായി യോഗ ചെയ്യുന്ന ഗർഭിണികളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ കുഞ്ഞിൽ ഉണ്ടായിക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ പ്രസവം എന്ന് പറയുന്ന പ്രോസസ്സിനെ ഏറ്റവും എളുപ്പമാക്കാനും വേദനാരഹിതമാക്കാനും ഏറ്റവും പ്രസവത്തെ സംബന്ധിച്ചുള്ള പലതരം കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനും കൃത്യമായി യോഗ ചെയ്യുന്ന ഗർഭിണികൾക്ക് സാധിക്കും. യോഗ ചെയ്യാൻ പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. യോഗയെപ്പറ്റി ധാരാളം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. അബോർഷന് സാധ്യത കൂടുതലാണ്, കുഞ്ഞിന് പ്രശ്നങ്ങൾ വരുന്നത്, അതൊക്കെ വെറുതെയാണ്. ശരീരത്തെ പറ്റിയുള്ള ആത്മവിശ്വാസക്കുറവാണ് ഇത്തരം സംശയങ്ങൾക്കെല്ലാം പ്രധാന കാരണം. ശ്രദ്ധിക്കാനുണ്ട് പ്രഗ്നൻസിയിൽ, ഗർഭകാലത്ത് യോഗ ചെയ്യുമ്പോൾ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ളവർ, പ്ലാസൻ്റ വളരെ താഴെയുള്ളവർ, അപ്പോൾ ആദ്യ മാസങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. എന്നാലും പൊതുവേ 4 മാസം കഴിഞ്ഞാണ് നമ്മൾ പൊതുവേ യോഗ ഗർഭകാലത്ത് സ്റ്റാർട്ട് ചെയ്യാറ്. ഒരു 99% ഗർഭിണികൾക്കും യോഗ സേഫാണ്, അത് ബെനിഫിഷ്യലാണ്. അല്പം ശ്രദ്ധ വേണം, ബ്രീത്തിങ്ങിനെ പറ്റി ഒരു ധാരണ വേണം. തീരെ അറിയാത്തവർ ഒരു യോഗ എക്സ്പേർട്ടിനെ കണ്ട് ഒന്ന് പഠിച്ചെടുക്കുന്നത് നല്ലതാണ്. യോഗയെപ്പറ്റി യാതൊരു പരിചയമില്ലാത്തവർ വീഡിയോസ് കണ്ടിട്ടൊക്കെ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യോഗാസനങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ അത് വളരെ ശാസ്ത്രീയമായിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. നമ്മുടെ ദ്വാരക ഹോസ്പിറ്റലിൽ പോലും യോഗ ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ അത്തരം കേന്ദ്രങ്ങളുടെ സേവനങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെയാണ് പ്രാണായാമം, ധ്യാനം എന്നൊക്കെ പറയുന്ന മെഡിറ്റേഷൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, മെഡിറ്റേഷനെയൊക്കെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപാട് പേർക്ക് അത് വളരെ മഹർഷിമാരോ മുനിമാരൊക്കെ ചെയ്യുന്നൊരു വലിയൊരു പ്രോസസ്സായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണ് സിമ്പിൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അതെങ്ങനെ, എപ്പോൾ, തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ എങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് മെഡിറ്റേഷനെ പറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മെഡിറ്റേഷനിലൂടെ നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് അവിടെ ഡെവലപ്പ് ചെയ്യുക. അത് കുഞ്ഞും അമ്മയുമായിട്ടും അമ്മയും യൂണിവേഴ്സുമായിട്ടും ഒക്കെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെഡിറ്റേഷൻ്റെ ഒരു ലക്ഷ്യം. അത് ഓരോരുത്തർക്കും അവരവരുടെ വഴിയിലൂടെ അത് സ്വായത്തമാക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം, കുഞ്ഞും അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും ഏറ്റവും ട്രസ്റ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നമ്മുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് അമ്മയെയും കുഞ്ഞിനെയും വളരെ കാലത്തേക്ക്, അതായത് അതിൻ്റെയൊക്കെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് എൻഡ് വരെ അത് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഹയർ പവറുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളതും നമുക്ക് കുറച്ചുകൂടെ ധൈര്യത്തോടെയും കോൺഫിഡൻസോടെയും ഈ ലൈഫ് മുന്നോട്ട് പോകാനും ആ ഒരു ഡിവൈൻ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യണം എന്നുള്ളതും ഒരു പ്രധാനമാണ്. അപ്പോൾ ആ ഒരു ഡിവൈൻ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് മെഡിറ്റേഷൻ. അപ്പോൾ യോഗയാണെങ്കിലും മെഡിറ്റേഷൻ ആണെങ്കിലും ഏറ്റവും ആദ്യം വേണ്ടത് അത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. ഒരു ശാന്തമായ സ്ഥലം സെലക്ട് ചെയ്യുക. അത് നമുക്ക് നമ്മുടെ ജീവിതാവസ്ഥകളുമായിട്ടും
നമ്മുടെ സൗകര്യങ്ങളുമായിട്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയവും സ്ഥലവും തിരഞ്ഞെടുക്കുക. രാവിലെ എണീക്കുന്നതിനൊരു 10-20 അരമണിക്കൂറോ മുൻപ് എണീറ്റാൽ നമുക്ക് വളരെ ശാന്തമായിട്ടും തിരക്കില്ലാതെയും ഇതിനു വേണ്ടി സമയം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫിസിക്കൽ മെൻ്റൽ എനർജി നമുക്ക് കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടി ആ ദിവസം മുഴുവൻ ആ എനർജി നമുക്ക് ഫീൽ ചെയ്യും ശരീരത്തിൽ. അപ്പോൾ യോഗ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. നമുക്ക് ഏത് സാധാരണക്കാർക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ലൈഫിലേക്ക് എത്തിക്കാവുന്ന ഒന്ന് തന്നെയാണത്. അപ്പോൾ അതിനുള്ള നിരവധി മാർഗ്ഗങ്ങൾ നമുക്ക് ഇന്ന് ചുറ്റുമുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. അതിൻ്റെ ഒരു മെച്ചം എല്ലാവരും തിരിച്ചറിയുക. പ്രത്യേകിച്ച് ഗർഭകാലത്ത് ഒരുപാട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാനസികമായിട്ടുള്ള വ്യക്തിത്വ ലെവലിൽ വരുന്ന ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗർഭകാലത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. നമ്മുടെ ദ്വാരക ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലാണെങ്കിലും അത് നേരിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വിഷയവുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് ഗർഭകാലത്തെ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.